ബേക്കറി കടകളിലൊക്കെ കിട്ടുന്ന കുഞ്ഞു വെട്ട് കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിനൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി കൈവച്ച് തിരുമിയിട്ട് ഒരു പുട്ടുപൊടിക്ക് നനയ്ക്കുന്നത് പോലെ തിരുമി യോജിപ്പിക്കണം. ഇവിടെ ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ 2-3 കാർഡമം ചേർത്തിട്ടാണ് പൊടിച്ചത്. ഇത് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദ മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് കൈ വെച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിത് പരത്തിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ പരത്തി വെച്ചത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ പീസായിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോരോ പീസസ് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എപ്പോഴും ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഇടുക, പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. കുഞ്ഞൻ കേക്കുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.